ആരാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന യുവതിയെ പടുകുഴിയിൽ ചാടിച്ചത് എന്നാരായുകയാണ് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരൻ. രണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ തമ്മിൽ സാധാരണ സംഭവിക്കാറുള്ള ഒരു ഈഗോ ക്ലാഷ് ഉരസലിനപ്പുറം എന്തെങ്കിലും പ്രാധാന്യം ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. ഈ ചോദ്യം തന്നെയാണ് ഈ സംഭവത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പത്രങ്ങളിലൂടെയും TV ചാനലുകളിലൂടെയും മനസ്സിലാക്കിയ സാധാരണക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. KSRTC ഡ്രൈവർക്കെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സദാചാര സംരക്ഷണവാദികളായി രംഗത്ത് വന്ന ചില സഖാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടിയുള്ള ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈവർ മേയറോടോ ഭർത്താവായ MLA-യോടോ അല്ലെങ്കിൽ ഈ രണ്ടുപേരോടുമോ ആരോപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വഷളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോലത്തിൽ ഡ്രൈവർ ഏതു നടക്കില്ലായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം തലസ്ഥാനത്തെ പാർട്ടിയെ, അതിലെ നേതാക്കളെ. സംഭവം കത്തിക്കാൻ തന്നെ കച്ചകെട്ടി ഇറങ്ങിയവർ എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അവർ മേയറെയും MLA-യും ബലിയാടുകളാക്കി. ഇവർക്ക് കൈത്താങ്ങുമായി രംഗപ്രവേശം ചെയ്ത ഇക്കൂട്ടർ നഗരവും പരിസര പ്രദേശവും ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് കത്തുമെന്ന് ഇരുവരെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നുവെങ്കിലും ഒരു പൂട പോലും അനങ്ങിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റുകൾ ഇട്ടവരുടെ പട്ടിക നോക്കിയാൽ അറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി നഗരത്തിലെ കച്ചവടക്കാരെ പിടുങ്ങിയും പാർട്ടി ആഹ്വാനം ചെയ്യുന്ന ഫണ്ട് ശേഖരണം അമുക്കിയും കഴിയുന്ന പാരസൈറ്റുകളാണിവർ. മേയറുടെയും ഭർത്താവിന്റെയും പേരുകൾ വെച്ച് തിരക്കഥ ചമച്ചാൽ അത് തലസ്ഥാനത്ത് വേവുന്ന പരിപ്പല്ല. തൃക്കാക്കരയിലും വടകരയിലും അശ്ലീല വീഡിയോ കഥ പ്രചരിപ്പിച്ച രീതി തലസ്ഥാനത്ത് ചെലവാകില്ല. ആരാണ് ഈ തിരക്കഥയെല്ലാം ചമയ്ക്കുന്നതെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. അതാണ് ഈ ബോംബ് തുടക്കത്തിൽ തന്നെ ചീറ്റിപ്പോയത്. ഇത്തരമൊരു ആക്ഷേപം ഉയർത്തിയാലും ജനങ്ങളിൽ നിന്ന് നനഞ്ഞ പ്രതികരണമേ ഉണ്ടാകൂ എന്ന് ബോധ്യമായി. മേയർ എന്തെങ്കിലും അഴിമതി കാണിച്ചു എന്ന് ഞാൻ പറയില്ല. പക്ഷേ നഗരസഭാ ഭരണം ഇത്രമേൽ കൊടിയ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന മറ്റൊരു കാലം തലസ്ഥാനത്തുണ്ടായിട്ടില്ല. അതെല്ലാം എഴുതിയാൽ ഇവിടെ സ്ഥലം പോരാതെ വരും. ആരാധ്യ മേയർ വെറും നോക്കുകുത്തിയാണ്. അവർക്ക് CPM എന്താണെന്ന് പോലും അറിയില്ല. KSRTC-യിൽ പ്രതിദിനം 715 രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന നിരാലംബനായ ഒരു ഡ്രൈവർ ആരാധ്യയായ മേയറെയും തിണ്ടമിടുക്ക് കാണിക്കുന്ന അവരുടെ ഭർത്താവിന്റെയും നേരെ ലൈംഗിക ചേഷ്ട കാട്ടി എന്ന ആരോപണത്തിന്റെ പേരിൽ നിഷ്കരുണം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടപ്പോൾ ഡ്രൈവർക്ക് നീതി ലഭിക്കാൻ രംഗത്തിറങ്ങിയ മുൻ ഹൈക്കോടതി ജഡ്ജിയും മുൻ DGP-യും സാമ്പത്തിക ശാസ്ത്രജ്ഞയും പ്രഗത്ഭ നിയമജ്ഞരും വിശിഷ്ട വ്യക്തികളും സമൂഹത്തിന്റെ ആദരവ് പിടിച്ചു പറ്റുന്നുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ മനസാക്ഷി ലവലേശം അവശേഷിക്കാത്ത കാരിരുമ്പ് പോലുള്ള ഒരു ഭരണകൂടത്തെ നേരിടാൻ യദു എന്ന ഇത്തിരി പോന്ന ഒരു ഡ്രൈവർ അശുവിന് എങ്ങനെ ഇതുകൊണ്ട് മാത്രം കഴിയും? സുഹൃത്തുക്കളെ, അയാളോടൊപ്പം പ്രബല യൂണിയനില്ല, തൊഴിലാളി വർഗ പാർട്ടിയില്ല. യദുവിനെ തുണച്ചാൽ സ്വന്തം തൊഴിലും പോകുമോ എന്ന ഭയത്തിലാണവർ. പിണറായി വിജയൻ വാഴുന്ന കേരളമല്ലേ ഇത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുന്ന ഒരു രോഗിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്തപ്പോ CPM യൂണിയൻ നേതാവിന് വീണ്ടും കൂട്ടിക്കൊടുക്കാത്തതിന് ശിക്ഷ നേരിടേണ്ടി വന്ന തിക്താനുഭവം അവിടുത്തെ സഹപ്രവർത്തകയ്ക്കുണ്ട്. അവർ പരമോന്നത നീതിപീഠത്തെ സമീപിച്ച് നീതി നേടിയ നാടാണിത്. ഹതഭാഗ്യരോട് അതിക്രമം കാണിച്ചവർ തന്നെയാണ് യദുവിന് നീതി കിട്ടണമെന്ന് പറയുന്നവരോട് ഇങ്ങനെ ചോദിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ കയറി അശ്ലീല ചേഷ്ട കാണിച്ചാലും ഇതായിരിക്കുമോ പ്രതികരണമെന്ന്? എന്തൊരു കൂർമ്മ ബുദ്ധി! അമ്മത്തൊട്ടിലിൽ കിടന്ന പിഞ്ചോമനയെ റാഞ്ചിയെടുത്ത് അന്യ സംസ്ഥാനത്ത് കൊണ്ടുപോയി വിറ്റ് കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കാതെ പൂഴ്ത്തിയ നേതാവാണ് ചാനലിൽ വന്നിരുന്ന അല്പത്തരം വിളമ്പുന്നത്. പാർട്ടിയുടെ കടാക്ഷമുണ്ടെങ്കിൽ നാളെ ഈ ഏബ്യൻ MLA-യോ MP-യോ ആകും. ഡോക്ടർ വിജയലക്ഷ്മി എന്ന സീനിയർ കോളേജ് അധ്യാപികയെ യൂണിവേഴ്സിറ്റിയിൽ ബന്ദിയാക്കി വെച്ച് മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെ മണിക്കൂറുകളോളം അർമാദിച്ചൊരു ഭീകര ജന്തുവുണ്ട്. ആ കേസിൽ അയാൾ ഇപ്പോഴും പ്രതിയാണ്. ഇവൾ എങ്ങനെ പെടുക്കുമെന്ന് വിളിച്ചു പോകിയ പേ പിടിച്ച ആ വ്യാഗ്രമാണ് ചാനലിലിരുന്ന് രോഷം കൊള്ളുന്നത്. എന്തൊരു അത്ഭുത ജീവിയാണ് യദു! ഇത്രയേറെ പേർ ഒരാളുടെ ലൈംഗിക ചേഷ്ട കണ്ട് രാത്രി എങ്ങനെയാണ് ഉന്മാദാവസ്ഥയിലായത്? സഹികെട്ട് ഏതൊരു നേതാവിനോട് ചാനലിൽ പറയുന്നത് കേട്ടു, സാറേ ഞാൻ ജീൻസാണ് എപ്പോഴും ഇടുന്നത് എന്ന്. സാറിന്റെ കുടുംബാംഗം ഭയക്കണ്ട എന്നാണ് വ്യംഗ്യം. ബസ്സിലിരുന്ന് അസംഭാവ്യമായ അശ്ലീല ചേഷ്ട കാണിച്ചാൽ ഇതാണ് ശിക്ഷ എങ്കിൽ പ്രതികാരദാഹിയായ യദുവിൽ നിന്ന് ആരാധ്യയായ മേയർ എന്തൊക്കെ ഇനി അനുഭവിക്കേണ്ടി വരും?
5 ദിവസമായി അയാൾ കൊടുത്ത പരാതി സ്വീകരിക്കുക പോലും ചെയ്യാതിരിക്കുകയും അക്രമം കാട്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന മേയറെയും ഭർത്താവിനെയും ഈ സംഭവത്തിൽ എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം നശിപ്പിക്കാൻ അധികൃതർ കൂട്ടുനിൽക്കുകയും തൊഴിൽ നഷ്ടപ്പെട്ട ഈ ഒറ്റയാൻ ഡ്രൈവറെ എന്തൊക്കെ തരത്തിൽ പീഡിപ്പിക്കാമോ അതെല്ലാം ചെയ്യുകയും അയാളെ ആഭാസനെന്നും സ്ത്രീലമ്പടനെന്നും പരസ്യമായി ചാനലുകളിൽ വന്നിരുന്ന് നിന്ദിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഈ പച്ചയായ തെളിവുകൾ കൺമുന്നിലുള്ളത് കൊണ്ടാണ് ലൈംഗിക ചേഷ്ടകഥ നിർമ്മിതിയാണ് എന്ന് പറയുന്നത്. അധികാരപ്രമത്തരായ CPM നേതാക്കൾ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നത് ഈ ഡ്രൈവർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീക്കാണ് ഇതേ അനുഭവം ഉണ്ടായതെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കുക എന്നാണ്. എന്താ യദുവിന്റെ നെറ്റിയിൽ ഇങ്ങനെ അശ്ലീല ചേഷ്ട കാണിക്കുന്ന ഒരു യന്ത്രം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണോ? അതിങ്ങനെ ഭൂമിയോളം താണ ഒരു കാറിൽ ഇരുന്ന് ആരാധ്യയായ മേയർ കണ്ടു എന്നോ? ആരാധ്യയായ മേയർ ഇത്രമാത്രം പ്രതികരിച്ചാൽ പോരാ എന്നാവും മുഖ്യമന്ത്രിയാണെങ്കിൽ പറയുക. അതുക്കും മേലെയുള്ള പണിയായിരുന്നു ചെയ്യേണ്ടതെന്നാവും മുഖ്യമന്ത്രിയാണെങ്കിൽ ഉപദേശിക്കുക. കണ്ണമൂലയിൽ ഗംഗേശാനന്ദ എന്ന ആൾദൈവത്തിന്റെ ലിംഗം 2017 മെയ് 21 23കാരിയായ ഒരു നിയമവിദ്യാർത്ഥിനി കത്തിവെച്ച് മുറിച്ചു മാറ്റി ലൈംഗിക പീഡനത്തിന് പ്രതികാരം ചെയ്തപ്പോ ഭേഷെന്ന് പരസ്യമായി പ്രതികരിച്ചയാളാണ് ഈ മുഖ്യമന്ത്രി. ഇനി ഇവിടെയും അങ്ങനെ തന്നെ ഒരുപക്ഷെ പ്രതികരിച്ചേക്കും. പ്രതികരിക്കണം. ഇത്രയുമാണ് ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.